90കളുടെ അവസാനത്തിൽ സൂപ്പർ സിമെട്രിക് ബ്ലാക്ക് ഹോൾസിന്റെ മൈക്രോസ്കോപ്പിക് സ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനും 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ പ്രപ്പോസ് ചെയ്ത മോക്ക് തീറ്റ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആരെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്പർ തിയറി, ഇൻഫൈനൈറ്റ് സീരീസ്, മോഡുലാർ ഫോംസ്, ഡൈവേർജന്റ് സീരീസ്, പാർട്ടീഷൻ ഫോർമുല, കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത, ഇന്നും മാത്തമാറ്റീഷ്യൻസിന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഗണിതശാസ്ത്രത്തിന് ഒട്ടനവധി സംഭാവനകൾ സമ്മാനിച്ച മഹാനായ തമിഴനായ ഒരു മാത്തമാറ്റീഷ്യൻ, അനന്തതയെ മനസ്സിലാക്കിയവൻ എന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീനിവാസ രാമാനുജൻ. This will take a lifetime. Maybe two. ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ട് കടൽ കടക്കാൻ പോലും അനുമതി നിഷേധിക്കപ്പെട്ട ആ കാലത്ത് നിന്ന് താൻ ആരാധിക്കുന്ന തൻ്റെ ദൈവം തനിക്ക് വെളിപ്പെടുത്തി തന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്ന കണക്കുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച മഹാനായ ഗണിതശാസ്ത്രജ്ഞൻ. ഇന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ കേട്ട് മനസ്സിലാക്കാം. 2015 പുറത്തിറങ്ങിയ ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. വർഷം 1920, ഇംഗ്ലണ്ടിലെ ട്രിനിറ്റി കോളേജ്. അവിടെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഹാഡി എന്ന വ്യക്തി ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായ ശ്രീനിവാസ രാമാനുജനോട് താൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ എഴുതുവാണ്. അക്കാലത്തൊക്കെ ഇന്ത്യക്കാരനും ഇംഗ്ലീഷുകാരനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അത്ര അടിപൊളി അല്ലെങ്കിലും എന്നും താൻ ആ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഹാഡി പ്രത്യേകം പറയുന്നുണ്ട്. ആ സീനോടെ കട്ടായാൽ 1914 മദ്രാസ്. അവിടെ ഒരു അമ്പലത്തിനുള്ളിൽ തറയിൽ കണക്കുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനാണ് ശ്രീനിവാസ രാമാനുജൻ. ദൈവവിശ്വാസം ഏറെയുള്ളൊരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ തോന്നും, ഫോർമുലാസ് ഒക്കെ തോന്നും. ശ്രീനിവാസൻ ഈ എഴുതി വെക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്കും ഈവൻ പലപ്പോഴും അദ്ദേഹത്തിന് പോലും സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. ഒത്തിരി ഫോർമുലാസ് ഇങ്ങനെ എഴുതി വെക്കും. എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നു, അദ്ദേഹം അങ്ങ് എഴുതി വെക്കുന്നു. ഇതൊക്കെ എവിടെ ഉപയോഗിക്കണം, എവിടെ ആപ്ലിക്കബിൾ ആകും, അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല. ആൾക്ക് നല്ലൊരു ജോലി പോലും ഇല്ല. തന്റെ ഇഷ്ടങ്ങൾ ഗണിതത്തോടായതുകൊണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും ജോലി കിട്ടാനൊക്കെ ശ്രമിച്ചിരുന്നു. ഒരുപാട് അലഞ്ഞു, ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ജോലിയൊന്നും കിട്ടിയില്ല. ശ്രീനിവാസന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ആൾ എഴുതുന്ന കണക്കുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അത്രയേറെ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ. ആൾ പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകം എ സിനോപ്സിസ് ഓഫ് എലമെന്ററി റിസൾട്ട് ഇൻ പ്യൂർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ പ്രൂഫുകൾ വിവരിക്കുന്നില്ല, ജസ്റ്റ് ഫോർമുലാസ് മാത്രമാണ്. അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി ശ്രീനിവാസനും അതേ രീതിയിൽ ചിന്തിച്ച് ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നാൽ പ്രൂഫ് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് പോലും പ്രൂഫ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. ജോലി തേടി ഒരു ബ്രിട്ടീഷുകാരൻ്റെ അടുത്ത് ചെന്നു. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. ശ്രീനിവാസന്റെ കണക്കുകളൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇല്ലില്ല, ജോലിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ തരാം, നീ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി നോക്ക് എന്നായിരുന്നു മറുപടി. സാർ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ട്, എനിക്കിതല്ല വേണ്ടത്, നിനക്കൊരു ജോലി തരാൻ പറ്റുമോ? നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇവിടെ നിനക്ക് ജോലിയും പുണ്ണാക്കും ഒന്നുമില്ല, ഇറങ്ങിപ്പോടാ അവിടുന്ന്. ജോലി കിട്ടാത്ത വിഷമത്തിൽ ശ്രീനിവാസൻ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചെന്ന്, എന്തൊരവസ്ഥയാണിത്, എത്ര അന്വേഷിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, ആ ഗലീലിയോയെ പോലെ കിടന്ന് ചാവാനായിരിക്കും എൻ്റെയും വിധി. എടാ ശ്രീനിവാസൻ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേടാ, നമ്മുടെ വിധി എന്താണോ അതുപോലെ നടക്കത്തുള്ളൂ, എല്ലാം ഓൾറെഡി ദൈവം എഴുതി വെച്ചിരിക്കുമല്ലേ. ഓഹോ, എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ ഭാര്യയെ അമ്മയുടെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ഞാനിവിടെ നിൻ്റെയൊക്കെ കൂടെ കൊതുകടി കൊണ്ട് കിടക്കാം. ഇവിടെ നമ്മുടെ ശ്രീനിവാസന്റെ കണക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഇവനെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവൻ്റെ പ്രശ്നമൊക്കെ. താൻ എഴുതി വെച്ചിട്ടുള്ള ഫോർമുലാസ് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ പിന്നെയും അവനവൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ നാരായണൻ എന്നൊരു വ്യക്തിയെ മീറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കണക്കുകളൊക്കെ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇവൻ എന്തോ തലച്ചോറുള്ളവനാണ് എന്ന് തോന്നിയിട്ട് ജോലി കൊടുത്തു. ഇതൊക്കെ കൊള്ളാലോ, നിനക്ക് ഡിഗ്രി ഉണ്ടോ? ഡിഗ്രി ഇല്ല സാർ, ഡിഗ്രി ഒന്നുമില്ല. ഓ, അപ്പോൾ സപ്ലി എഴുതിയെടുക്കാനുണ്ട്. എത്ര എണ്ണം ഉണ്ട്? സാർ അങ്ങനെയല്ല, പഠിച്ചിട്ടില്ല. അത് ശരി, അപ്പോൾ കണക്കിനോടുള്ള ഇൻട്രസ്റ്റിൽ നീ ഇതെല്ലാം എഴുതി കൂട്ടി. കൊള്ളാം. ഏതായാലും ജോലി കഴിഞ്ഞ് ഈവനിങ് ടൈം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവണം. നീ എഴുതി വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ ഭാര്യയെ വിളിച്ചു വരുത്തി ഇവിടെ അടുത്തെവിടെയും അവർക്ക് താമസിക്കാൻ വീടെടുത്ത് കൊടുക്കുക. ശ്രീനിവാസനും ഒത്തിരി സന്തോഷം. നാരായണൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഫ്രാൻസിസ് എന്നൊരു ബ്രിട്ടീഷുകാരനെ പരിചയപ്പെടുത്തി. ഈ ഫ്രാൻസിസിന് നമ്മുടെ രാമാനുജനെ കണ്ടിട്ട് ഒട്ടും അങ്ങ് ദഹിച്ചില്ല. ഇവൻ വഴി നടക്കുന്ന പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ജോലി കൊടുക്കുന്നു. എടോ നാരായണ, താൻ എത്ര കാലമായിട്ട് എനിക്ക് വേണ്ടി പണിയെടുക്കുക? ഇങ്ങനെ നടക്കുന്ന പിള്ളേരെയാണോ ക്ലർക്കായിട്ട് നിയമിക്കുന്നത്? അതും സാർ, ഇവന്റെ കണക്കുകളൊക്കെ നോക്കൂ. വേണ്ട, അവന്നും കാണണ്ട, അവനെ പറഞ്ഞു വിടാൻ നോക്ക്. ഉടനെ രാമാനുജൻ, സർ ഫ്രാൻസിസ്, നിങ്ങൾ എന്നെ വെറും ഒരു കണ്ണാടിയായിട്ട് കാണരുത്, ഞാനൊരു രത്നമാണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് മുഖത്ത് നോക്കി സംസാരിച്ചപ്പോൾ അയാൾ ഇംപ്രസ് ആയി. ശരി, നിനക്കിവിടെ ജോലി തരാം, എല്ലാം കൃത്യമായിരിക്കണം, മനസ്സിലായോ? അതേ തുടർന്ന് രാമാനുജൻ ഇവിടെ അടുത്തൊരു വാടക വീടൊക്കെ ഏർപ്പാടാക്കി അദ്ദേഹത്തിന്റെ ഭാര്യയെയും അമ്മയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഈ കാലത്തൊക്കെ ജോലി കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷം. കുറേ നാളിന് ശേഷമാണ് ഇദ്ദേഹം ഇവരെ കാണുന്നതും. ഒരുപാട് കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറയണമെന്നുണ്ട്. ആകെ കിട്ടിയ ഒരു 20 മിനിറ്റ് കുറേ നാളിന് ശേഷം കണ്ടപ്പോൾ ഉണ്ടായ നാണം ഗുണങ്ങളിലൊക്കെ അങ്ങനെ പോയി. പിന്നെ ജോലിക്ക് പോകണമല്ലോ, സംസാരമൊക്കെ പിന്നെ ആവാം. ഇപ്പൊ ഇവരടുത്തുണ്ടല്ലോ. ആള് നേരെ ജോലിക്ക് ചെന്നു. അവിടെ കണക്ക് കൂട്ടുമ്പോഴൊക്കെ രാമാനുജൻ അബാക്കസ് പോലും യൂസ് ചെയ്യാത്തത് നാരായണൻ ശ്രദ്ധിക്കുന്നുണ്ട്. അബാക്കസിനേക്കാളും തന്റെ തലച്ചോറ് വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. അതൊക്കെ ശരി, നിന്റെ കണക്കൊക്കെ ശരിയാണ്. എന്നാൽ സർ ഫ്രാൻസിസ് ഈ വഴി വരുവാണെങ്കിൽ ഈ അബാക്കസ് ഉപയോഗിക്കുന്ന
ചെയ്യുന്ന പോലെ ഒന്ന് അഭിനയിക്കുമെങ്കിലും ചെയ്തേക്കണേ. പിന്നെ ഇതെന്താ ഈ എഴുതി വെച്ചിരിക്കുന്നേ? നിന്റെ ഫോർമുലാസ് എല്ലാം എഴുതി ഇവിടുത്തെ പേപ്പർ മൊത്തം തീർക്കോ? ഫോർമുലയൊക്കെ എഴുതി വെക്കാൻ ബാക്കി വന്ന 1 സൈഡ് പേപ്പർ കിട്ടും, അത് ഉപയോഗിച്ചാൽ മതി. അന്നേ ദിവസം ഏതാണ്ട് രാത്രി സമയമായിട്ടും രാമാനുജൻ വീട്ടിലെത്തിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ നാരായണനോട് ഇദ്ദേഹത്തിന്റെ കണക്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. രാമാനുജന് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തെങ്കിലും നാരായണൻ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആരെയെങ്കിലും കണ്ടുപിടിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സർ, ഞാനിവിടെ മദ്രാസിലുള്ള ഒരുപാട് പേര് ഇതുകൊണ്ട് കാണിച്ചു, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പലരും നോക്കാൻ പോലും തയ്യാറാവുന്നില്ല. രാമാനുജൻ, മദ്രാസിന് പുറത്തും ലോകമുണ്ട്. നിന്റെ കണക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇവിടെ ഇല്ലെങ്കിൽ അവരെ തേടി ചെല്ലണം. നീ ഇംഗ്ലണ്ടിൽ പോ, അവിടെ നിന്റെ ഈ കണക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവർ ഒരുപാട് ഉണ്ടാവും എന്നിങ്ങനെയൊക്കെ നാരായണൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ രാമാനുജന്റെ ഭാര്യ ജാനകി ഇവിടെ എത്തി. അയ്യോ, ഇന്നിവ ലേറ്റ് ആയതിന്റെ കാരണം ഞാനാട്ടോ. രാമാനുജ, നീ പെട്ടെന്ന് വീട്ടിൽ പോകോ എന്നും പറഞ്ഞ് നാരായണൻ ഒരു വഴിക്ക് അങ്ങ് പോയി. ജാനകി രാമാനുജനെ നോക്കി, നിങ്ങൾക്ക് മനുഷ്യരെക്കാളും ഒക്കെ പ്രധാനം ഈ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടു, ഞാനും നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനൊന്നും അല്ല ജാനകി, എനിക്ക് ഈ നമ്പേഴ്സിനേക്കാളും ഒക്കെ നിന്നെ എന്തിഷ്ടമാണോ? ഇതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ്, ഐ എം സോറി. നമുക്ക് വീണ്ടും എല്ലാം ഒന്നുകൂടെ തുടങ്ങാം. ഹായ്, എൻ്റെ പേര് രാമാനുജൻ എന്നിങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പുള്ളിക്കാരിയും ഞാൻ നിങ്ങളുടെ ഭാര്യ എന്ന് പറയും. ഇരുവർക്കും ഇതുവരെ ഒന്ന് നല്ല രീതിയിൽ ജീവിച്ച് തുടങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത്രയും നാൾ രാമാനുജന് ജോലി ഇല്ലായിരുന്നു, രണ്ടാളും 2 സ്ഥലത്തായിരുന്നു. ഇപ്പൊ ജോലിയുമായി, രണ്ടുപേരും ഒരു സ്ഥലത്തുമായി. ഇനിയിപ്പോൾ നല്ലതായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ച് തുടങ്ങണ്ടേ? ജാനകി ഇദ്ദേഹത്തിന്റെ നോട്ട്സ് ഒക്കെ എടുത്തു നോക്കി അതെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പെയിന്റിങ് പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചിത്രമാണ്. കളേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല, എന്നാൽ ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. രണ്ടാളും തേക വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ജാനകി ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ ആ നമ്പേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. ഇതെങ്ങനെയാണ് ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കുന്നത്, എന്താണ് അതിൽ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ രാമാനുജൻ അവിടെയുള്ള മണ്ണ് ചൂണ്ടിക്കാണിച്ച്, നീ അതിലെന്താ കാണുന്നേ? ഇത് മണ്ണല്ലേ? യെസ്, നീ ഇങ്ങനെ നോക്കുമ്പോൾ മണ്ണായിട്ട് തോന്നും, പക്ഷെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കേ, അതിലുള്ള ഓരോ ചെറിയ പാർട്ടിക്കിൾസും ഓരോ ചെറിയ തരിയും കാണാൻ പറ്റുന്നില്ലേ? ഇതുപോലാണ് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കണക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. അതിൻ്റെ പാറ്റേൺസും ഓർഡേഴ്സും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് അദ്ദേഹത്തിന് ഇതൊക്കെ കാണാൻ പറ്റിയ രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഇവൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മുടെ രാമാനുജൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കണക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഇല്ല, അങ്ങനെയുള്ള ആളുകളെ തേടി പോകണം, ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോകേണ്ടി വരുമെന്നൊക്കെ നാരായണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ണാ രാമാനുജ, നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ ദേശം വിട്ടു പോകാനോ? നമ്മൾ ബ്രാഹ്മണരല്ലേ, നമുക്ക് കടൽ കടക്കാൻ പറ്റുമോ? വേണ്ടാതിനൊന്നും ചെയ്ത് വെക്കല്ലേ, നീ ദൈവത്തെ പരീക്ഷിക്കല്ലേ. നമ്മുടെ ആൾ പിന്നെ ഭയങ്കര വിശ്വാസിയാണല്ലോ. ഇദ്ദേഹത്തിന് മാത്സ് കൂടുതൽ പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ വന്നപ്പോഴേക്കും ആൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോവാണ്. നാരായണന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഉടനെ അദ്ദേഹം ഇവനെ പിടിച്ചിരുത്തി അങ്ങ് ഉപദേശിച്ചു. നോക്ക്, നിന്റെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അത്രയും വിലപ്പെട്ടതാ, ഇതൊന്നും ആരും അറിയാതെ പോരുത്, ഇതൊക്കെ പബ്ലിഷ് ചെയ്യണം. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഇന്ത്യക്കാരും കുറഞ്ഞവരല്ല, നമുക്കും ഇതൊക്കെ പറ്റുമെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരമല്ലേ, നിന്റെ കഴിവുകൾ ലോകം അറിയണം എന്നിങ്ങനെയൊക്കെ നാരായണൻ പറഞ്ഞപ്പോൾ രാമാനുജനും അങ്ങനെ തന്നെ തീരുമാനിച്ചു. അതേ തുടർന്ന് ഇവിടുത്തെ ഫ്രാൻസിസിന്റെ സഹായത്തോടെ ട്രിനിറ്റി കോളേജിൽ വർക്ക് ചെയ്യുന്ന ഹാഡി എന്നൊരു പ്രൊഫസർക്ക് നമ്മുടെ രാമാനുജൻ കത്തെഴുതുന്നു. താൻ ഇന്ത്യയിൽ മദ്രാസിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്കാണ്, ഗാമ ഫംഗ്ഷന് നെഗറ്റീവ് വാല്യൂ കൊടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് വിശദമായി കത്തെഴുതിയിരിക്കുന്നു. കത്തിന്റെ തുടക്കത്തിൽ തന്നെ അത്രയും ഓണസ്റ്റ് ആയിട്ട് രാമാനുജൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഇന്ന സ്ഥലത്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഹാഡിക്കും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ആളത് വായിച്ചു നോക്കിയിട്ട് ഇതാ ലിറ്റിൽ വുഡ് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി എഴുതി അയച്ച കത്താണ്, ഈ സ്റ്റാമ്പുകളൊക്കെ ഇവനോട് ഒപ്പിച്ചെന്നറിയത്തില്ലോ, ഇന്ത്യൻ സ്റ്റാമ്പൊക്കെ ഒപ്പിച്ച് കത്തയച്ച് പ്രാങ്ക് ചെയ്യാൻ നോക്കുന്നു എന്ന മട്ടില്ല ലിറ്റിൽ വുഡിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. നമ്മുടെ പ്രൊഫസർ ഹാഡിയുടെ കൂടെ ഇവിടെ ട്രിനിറ്റി കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ലിറ്റിൽ വുഡ്. ഇടയ്ക്ക് പുള്ളിക്കാരൻ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കാറുണ്ട്. ഇതും അവന്റെ പണിയായിരിക്കുമെന്ന് കരുതി നിന്റെ കത്ത് കൊള്ളാം കേട്ടോ, ഞാൻ ശരിക്കും അങ്ങ് വിശ്വസിച്ചു പോയടാ, എന്നാലും നിന്റെ കഴിവ് സമ്മതിച്ചേ പറ്റുള്ളൂ, ഗാമ ഫംഗ്ഷന് നെഗറ്റീവ് വാല്യൂ കൊടുക്കുമെന്നൊക്കെ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് നീ. ഹാഡി, നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നേ? ഏത് കത്ത്? ആരുടെ കത്ത്? ഞാൻ നിങ്ങൾക്ക് കത്തൊന്നും അയച്ചിട്ടില്ലല്ലോ. അപ്പൊ നീ അല്ലേ? ലിറ്റിൽ വുഡ് അല്ലാന്ന് മനസ്സിലായതോടെ ഹാഡി ആ കത്ത് മുഴുവൻ വിശദമായി വായിച്ചു. ഇന്റഗ്രൽസും ഗാമ ഫംഗ്ഷൻസും മറ്റും ഒരുപാട് കാര്യങ്ങൾ അതിലിങ്ങനെ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. കുറേയധികം ഫോർമുലാസ്. ഇതിനൊന്നും പ്രൂഫ് രാമാനുജന്റെ അടുത്തില്ലാന്ന് പ്രത്യേകം പറയണ്ടല്ലോ. വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യക്കാരനടുത്ത് ഇങ്ങനെ ഒരു കത്തയച്ചേക്കുന്നു എന്നുള്ളത് ഹാഡിയെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം തിരികെ കത്തയച്ചു. ഈ ഫോർമുലാസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ നമ്മുടെ രാമാനുജനോട് ട്രിനിറ്റി കോളേജിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. രാമാനുജൻ
രാമാനുജനും ഭയങ്കര സന്തോഷമായി. ഇതിപ്പോൾ വീട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കണമല്ലോ. ഭാര്യ സമ്മതിക്കും, അമ്മയുടെ കാര്യമാണ് പ്രശ്നം. നമ്മൾ ബ്രാഹ്മണരാണ്, കടൽ കടക്കാൻ പാടില്ല, അന്യനാട്ടിൽ പോയാലും അവിടെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, വേറെ ആരും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത്, ബ്രാഹ്മണർ ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കാവൂ, അതും പട്ടിണി കിടക്കേണ്ടി വന്നാലും നോൺ വെജ് തൊട്ടു പോകരുത് എന്നൊക്കെയുള്ള നിർബന്ധങ്ങളാണ് അമ്മയ്ക്ക്. അമ്മയോട് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് രാമാനുജൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹായത്തോടെ ആളുടെ മുടി മുറിച്ചു. എന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. മുടി മുറിച്ചതിന്റെ പേരിലും കടൽ കടന്ന് മറ്റൊരു നാട്ടിൽ പോകുന്നതിന്റെ പേരിലും അമ്മ കുറേയധികം വഴക്കൊക്കെ പറയുന്നുണ്ട്, കുറേയധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ആഗ്രഹം ഇതാണ്, ഇതിൽ ഇവൻ പോകാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി സമ്മതിക്കുവാണ്. ഏത് നാട്ടിൽ പോവുകയാണെങ്കിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒന്നും ഒരു കുറവും വരുത്തരുത്, നമ്മളിവിടെ ആചരിച്ചിരുന്ന പോലെ തന്നെ കാര്യങ്ങൾ ആചരിക്കണം, ഏതൊരു സാഹചര്യത്തിലും വെജ് മാത്രമേ കഴിക്കാവൂ, നോൺ വെജ് തൊട്ടുപോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞ് അങ്ങനെയൊക്കെ അനുഗ്രഹിച്ചാണ് വിടുന്നത്. കുറേയേറെ നാളത്തേക്ക് മകനെ വിട്ടുപിരിഞ്ഞിരിക്കേണ്ടതല്ലേ, അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അവർക്കുണ്ട്. ജാനകിക്കും ഇതുപോലൊക്കെ തന്നെ. രാമാനുജന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി അവളെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം ട്രിനിറ്റി കോളേജിലെത്തി. ഇത്രയും വലിയ കോളേജും താൻ ഇനി ഇവിടെയാണ് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി കോളേജ് ഇങ്ങനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലിറ്റിൽ വുഡ് വന്ന്, ഹലോ, നിങ്ങളുടെ പേര് രാമാനുജൻ അല്ലേ? ആ, ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ, വരൂ, നിങ്ങളെപ്പോലെ വലിയ വലിയ തലയുള്ളവർക്ക് പറ്റിയ സ്ഥലമാണിത്, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ. ആപ്പിൾ മരം കണ്ടില്ലേ, അതിൻ്റെ അവിടെ ഇരുന്നപ്പോഴാണ് ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കാരണമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നിങ്ങനെയൊക്കെ ലിറ്റിൽ വുഡ് കോളേജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് രാമാനുജനെ വിളിച്ചുകൊണ്ട് പോകുന്ന അതേ സമയം കോളേജിനകത്ത് പ്രൊഫസേഴ്സൊക്കെ നമ്മുടെ ഹാഡിയും കൂടെ ഉള്ളവരുമൊക്കെ രാമാനുജനെ പറ്റി സംസാരിക്കുന്നു. ഇപ്പൊ ഈ ഇന്ത്യക്കാരനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ആവശ്യം എന്താ? എത്ര കാശ് മുടക്കി ഇതിനു മുമ്പ് നമ്മൾ പല ഇന്ത്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പഠിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത യുവമാരെ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ? അതിന് ഹാഡിയുടെ മറുപടി, അവരെ പോലെയൊന്നുമല്ല രാമാനുജൻ ഡിഫറെന്റ് ആണ്. ശരിയാണ്, അവൻ തന്നിട്ടുള്ള ഫോർമുലാസിനൊന്നും തെളിവില്ല, എന്നാൽ ആ തെളിവ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കൂടിയല്ലേ. അവന്റെ ഫോർമുലാസിനെല്ലാം വ്യക്തമായ തെളിവുണ്ടാക്കി അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ അവനെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോഴേക്കും ലിറ്റിൽ വുഡ് രാമാനുജത്തെയും കൊണ്ട് അവിടെ വന്നു. ഹാഡി രാമാനുജന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്ത്, നാളെ കൃത്യം 10 മണിക്ക് എൻ്റെ അടുത്ത് വരണം, നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചങ്ങ് മാറിപ്പോയി. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമാനുജത്തിന്റെ ഒരു അല്പം പേടിയാവുന്നുണ്ട്. അയ്യോ, എന്താ അങ്ങനെ പറഞ്ഞേ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അങ്ങനൊന്നുമില്ല, നാളെ മീറ്റ് ചെയ്ത് സംസാരിക്കാം എന്ന് പറഞ്ഞ് ലിറ്റിൽ വുഡ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ദെൻ ഇവരുടെ കൂടെയുള്ള ബെർട്രാൻഡ് റസൽ എന്ന പ്രൊഫസറെയൊക്കെ പരിചയപ്പെടുത്തി. ഇംഗ്ലീഷുകാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും രാമാനുജത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. ഇദ്ദേഹം ഇവിടെ വന്നതിലോ ഇനിയിപ്പോൾ ഇവരുടെ ചെലവിൽ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിലോ ഒന്നും അവർക്ക് താല്പര്യമില്ല. എന്നാലും ഹാഡിയും ലിറ്റിൽ വുഡും ഒക്കെ രാമാനുജന് വേണ്ടി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലേ, പിന്നെ ഇവർക്ക് ഒരു പ്രോസസ്സ് ഉണ്ട്, അതിലൂടെയൊക്കെ കടന്നു പോകണം. രാമാനുജം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവും. ദെൻ രാമാനുജന് ഇവർ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി കൊടുത്ത റൂമിലെത്തി. വലിയൊരു റൂം, കെട്ടുകണക്കിന് പേപ്പർ ഇരിപ്പുണ്ട്, ആവശ്യത്തിന് പേനകളുണ്ട്. നാട്ടിലെ പോലെ റേഷൻ പരിപാടിയില്ല, ആവശ്യം പോലെ എഴുതാം, ഇനിയും പേപ്പേഴ്സ് തന്നുകൊണ്ടിരിക്കാം, നീ നിന്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയെന്ന്. ആളുടെ ദൈവങ്ങളുടെ ശില്പങ്ങളൊക്കെ എടുത്ത് അവിടെ വെച്ചു. നാട്ടിലെ രീതികളൊക്കെ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം രാവിലെ ഹാഡിയെ കാണാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ക്യാമ്പസിന്റെ അവിടെയുള്ള ആ ഒരു ഗ്രാസിലൂടെ കയറി നടക്കും. അത് കണ്ട ഒരു പ്രൊഫസർ രാമാനുജനെ തടഞ്ഞിട്ട്, നീ അതുവഴി കയറി നടക്കാൻ പാടില്ല, അതിവിടെ ഫെല്ലോഷിപ്പ് ഉള്ളവർക്ക്, ഫെല്ലോസിന് വേണ്ടി മാത്രമുള്ളതാ, സൈഡിൽ കൂടെ നടന്നു പോയാൽ മതി. രാമാനുജനും ആള് പറഞ്ഞതനുസരിച്ച് സൈഡിലൂടെ നടന്ന് നേരെ നമ്മുടെ ഹാഡിയുടെ അടുത്ത് ചെന്നു. ലിറ്റിൽ വുഡും ഹാഡിയും രാമാനുജനും ഇദ്ദേഹത്തിന്റെ ഫോർമുലാസിനെ പറ്റി ഡിസ്കസ് ചെയ്തു തുടങ്ങി. രാമാനുജൻ ഒരുപാട് ഫോർമുലാസ് പറയുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഇതുവരെയും തെളിവില്ലല്ലോ. ആ തെളിവിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതിനിവിടെ ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് ഒക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ, പ്രൂഫ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യണം, കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാവണം, എല്ലാത്തിനും തെളിവുണ്ടാവണം, തെളിവുള്ളത് മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണ്. രാമാനുജൻ കൂടുതൽ ഫോർമുലാസും ഇൻഫൈനൈറ്റ് സീരീസും ഒക്കെ ഇവർക്കെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതൊരു നമ്പറിന് താഴെയുള്ള പ്രൈം നമ്പേഴ്സും കൃത്യമായി കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ഫോർമുല ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ബുക്ക് നിറയെ എഴുതി വെച്ചിട്ടുള്ള ഇൻഫൈനൈറ്റ് സീരീസ് ഒക്കെ എടുത്ത് കാണിക്കും. ഇന്നിപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പൈ ഓഫ് എക്സ് ഇല്ലേ, പ്രൈം കൗണ്ടിങ് ഫംഗ്ഷൻ, അതിൻ്റെയൊക്കെ ഒരു ഏർലിയർ വേർഷൻ. അന്ന് ആ കാലത്ത് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആയിരുന്നു. അത് വെച്ചിട്ട് ഏതൊരു വാല്യൂവിനെയും, എക്സ് എന്ന് പറയുന്ന ഏതൊരു വാല്യൂവിൻ്റെയും താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ കൃത്യമായി കൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പിൽക്കാലത്തുള്ള ടെസ്റ്റിംഗിൽ അങ്ങനെ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഫോർമുലാസിനകത്ത് എറർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആക്ച്വലി ഇന്നും മാത്തമാറ്റിക്സിൽ എക്സ് എന്ന നമ്പർ എടുത്താൽ അതിന് താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും കൗണ്ട് എത്രയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയില്ല. ഒരു ഏകദേശ കണക്കാണ് ഇപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വലിയ വലിയ നമ്പേഴ്സൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കൃത്യമായ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിലും ഇന്നും എല്ലാ നമ്പേഴ്സിനും വർക്ക് ചെയ്യുന്ന ഒരു എക്സാക്ട് ഫോർമുല ഇല്ലെന്നുള്ളതാണ്. രാമാനുജൻ അന്ന് ഹാഡിക്കൊക്കെ കാണിച്ചു കൊടുത്ത ആ ഒരു സീരീസ് കണ്ട് അവർ അന്തം വിട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ലൈഫ് ടൈം എടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇതേപോലെ എഴുതി വെച്ചിട്ടുള്ള അടുത്ത ബുക്കും എടുത്ത് കാണിച്ച്, ഇതും കൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 2 ലൈഫ് ടൈം വേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷം ഡിന്നർ ടൈമിൽ നമ്മുടെ ഹാഡിയുടെ അടുത്ത് ബെർട്രാൻഡ് റസൽ എന്ന പ്രൊഫസർ രാമാനുജന്റെ കണക്കുകളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ല ഇതൊന്ന് വെരിഫൈ ചെയ്യണേ തന്നെ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം വേണ്ടി വരുമെന്നല്ലേ പറയുന്നത്, അത്രയും മെനക്കെട്ട് ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഹാഡി? അതൊക്കെ ശരിയാണ് റസൽ, എന്നാൽ ഇങ്ങനൊന്ന് ചിന്തിച്ച് ചോദിക്കേ, അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോൾ
കഴിയുമ്പോൾ നിങ്ങൾ മരിച്ചു പോകുന്നു ഞാൻ ഇപ്പോഴേ കണ്ടുപിടിച്ചു. നിങ്ങൾ മരിക്കുമെന്നുള്ളത് എനിക്ക് തീർച്ചയായും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അത് നേരത്തെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടത്തില്ലേ? അതുപോലെയാണ് എനിക്കിത്. രാമാനുജത്തിൻ്റെ ഈ കണക്കുകൾ ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അത് അത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഇതെല്ലാം അടുത്തിരുന്ന് കേൾക്കുന്ന ലിറ്റിൽ വുഡ് ഇതൊക്കെ ശരിയാണ്, പക്ഷേ രാമാനുജം ഒരു ഇന്ത്യനാണ്, ഒരു ഇന്ത്യക്കാരൻ ഇവിടുന്ന് ഫെലോഷിപ്പ് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാമാനുജവും ഡിന്നർ കഴിക്കാൻ വന്നു. ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയൊക്കെ അവനോട് പരിചയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ നോൺ വെജ് ഫുഡൊന്നും രാമാനുജന് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഉണ്ടാക്കുന്ന വിധം ഇവന് സ്യൂട്ടായിട്ടുള്ളതല്ല. അതുകൊണ്ട് രാമാനുജത്തിന് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അവൻ അവിടുന്ന് മാറിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഹാഡി പുറകെ ചെന്ന് അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. റൂം എങ്ങനെയുണ്ട്, ഫുഡ് എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവനും എല്ലാം ഓക്കെ ആണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. അതിനൊക്കെ ശേഷം നമ്മുടെ രാമാനുജം ഒരു പ്രൊഫസറിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ അദ്ദേഹം പറയുന്ന ഫോർമുലാസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, നോട്ട്സ് എടുക്കുന്നുണ്ട്. രാമാനുജൻ അദ്ദേഹം പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹത്തെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുവാണ്. പ്രൊഫസർ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം അറിയാവുന്നതാണ് ഇവന്റെ ഭാവം എന്നുണ്ടെങ്കിൽ ബാക്കി തന്നെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. നമ്മുടെ ആളും ചോക്കെടുത്ത് ബാക്കി ഫോർമുലാസ് അതുപോലെ എഴുതി വെച്ചു. ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഇവൻ ഈ എഴുതി വെച്ച ഫോർമുലാസ് അദ്ദേഹം പോലും പ്രൂവ് ചെയ്തിട്ടില്ല. പ്രൊഫസർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് രാമാനുജനെ പിടിച്ചു നിർത്തി അവനോട് വളരെ മോശമായിട്ട് ഇത്തിരിയേറെ ഹാർഷായിട്ട് സംസാരിച്ചു. രാമാനുജത്തിന് ഭയങ്കര വിഷമമായി, കണ്ണൊക്കെ നിറഞ്ഞു. കുട്ടികളൊക്കെ അതുവഴി വരുന്നുണ്ടെങ്കിലും അവരെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം പുറകോട്ട് മാറി ഒരു റൂമിലേക്ക് കയറുന്നുണ്ട്. അവിടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ സ്റ്റാച്യൂസ് ഒക്കെ കാണാം. അക്കൂട്ടത്തിൽ ന്യൂട്ടന്റെ സ്റ്റാച്യു കാണുന്ന രാമാനുജം ആ സ്റ്റാച്യുവിന്റെ കാലിലൊക്കെ ഒന്ന് തൊട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും താൻ ആരാണെന്ന് പ്രൂവ് ചെയ്തിട്ട് മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ, തന്റെ തിയറീസും പബ്ലിഷ് ചെയ്ത് അപമാനിച്ചവരുടെ മുന്നിൽ നേരെ നിവർന്നു നിന്നിട്ടേ പോവുള്ളൂ തീരുമാനിച്ചുറപ്പിച്ചു. ഇതിനൊക്കെ ശേഷം രാമാനുജൻ ഹാഡിയുടെ കൂടി ഇരിക്കുമ്പോൾ ക്ലാസ്സിലുണ്ടായ സംഭവങ്ങളെ പറ്റി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് പിന്നെ സാർ, ഞാൻ എൻ്റെ ഒരു ഫോർമുല അവിടെ എഴുതി, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതെങ്ങനെയാ രാമാനുജൻ, പഠിപ്പിക്കാത്ത ഫോർമുലയൊക്കെ നിനക്ക് നേരത്തെ മനസ്സിലാവുന്നേ? സാർ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ആ മൊമെന്റിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു, ഞാനതങ്ങ് ചെയ്തു. ഞാനിവിടെ വന്നത് ഇങ്ങനെ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യാനൊന്നും അല്ലല്ലോ. എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് പോകാമായിരുന്നു. പറഞ്ഞത് ഹാഡിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തുദ്ദേശത്തിലാണ് നിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യണ്ടേ? കുറെ ഫോർമുലാസ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? നീ ഒത്തിരി ഫോർമുലാസ് കൊണ്ടുവന്ന് പലതും ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ തെളിവ് വേണ്ടേ, പ്രൂഫ് വേണ്ടേ? ഇവിടെയുള്ള പലർക്കും നിന്നെ ഇഷ്ടമല്ല. നിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് പലർക്കും എതിർപ്പുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ പ്രൂഫും ഇല്ലാതെ വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ആദ്യം ഇതിനെല്ലാം വ്യക്തമായ പ്രൂഫ് ഉണ്ടാക്കിക്കൊണ്ടുവാ. രാമാനുജനും ഇതെല്ലാം കേട്ടങ്ങ് വിഷമമായി. ഞാനൊരു ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ? അത് ഒരു പോയിന്റാണ് രാമാനുജൻ. നീ ഒരു ഇന്ത്യൻ ആയതുകൊണ്ടാണ് ഇത്രയും എതിർപ്പുണ്ടാവുന്നത്. ഇവിടെ ശ്രദ്ധിക്ക്, ഓയിലർ ആൻഡ് ജാക്കോബി, ഇവരെ പറ്റി കേട്ടിട്ടുണ്ടോ നീ? 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാത്തമാറ്റീഷ്യൻ. ഓയിലറുടെ കാഴ്ച പോയി കഴിഞ്ഞും അദ്ദേഹം ഗണിത ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ കണക്കിലുള്ള ഒരു ഋദ്ധമുണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ട്. അതെനിക്ക് നിന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. നിന്റെ ഈ ഫോർമുലാസിൽ ആ ഒരു ബ്യൂട്ടി ഉണ്ട്. എങ്ങനെയാണോ ഒരു മ്യൂസീഷ്യൻ അദ്ദേഹത്തിന്റെ ടോൺസ് ചേർത്ത് അത് നല്ലൊരു മ്യൂസിക് ആക്കുന്ന പോലെ, അതുപോലെ നിന്റെ കണക്ക് നീ ഫിക്സ് ചെയ്യണം. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നീ പല ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യണം, നിന്റെ അറിവുകൾ കൂടണം. അങ്ങനെയൊക്കെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. പല പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കും, അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം നീ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് ഹാഡി രാമാനുജനെ വിളിച്ചുകൊണ്ട് ലൈബ്രറിയിൽ പോകുന്നു. ഇവിടെ ഹാഡി രാമാനുജന് പറഞ്ഞു കൊടുത്ത ഓയിലർ എന്ന മാത്തമാറ്റീഷ്യനെ പറ്റിയും അദ്ദേഹത്തിന്റെ കോൺസ്റ്റന്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ടീഷൻ ഫോർമുലയിൽ ഉപയോഗിക്കുന്ന ഇ ഉണ്ടല്ലോ, 2.718, ഓയിലേഴ്സ് നമ്പർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പൈ പോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണത്. അത് ഓയിലറിന്റെ സംഭാവനയാണ്. ഇതെല്ലാം പഠിച്ച് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഹാഡി രാമാനുജൻ ഫോർമുല ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഹാഡി രാമാനുജനെ ലൈബ്രറിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവന് പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് ഈ കോളേജിൽ നിന്ന് കിട്ടുന്ന ഫെലോഷിപ്പ് ആണെന്നാണ്. ഇവിടുത്തെ ഒരു ഫെല്ലോ ആവുമെന്ന് വെച്ചാൽ എന്താ നിനക്കറിയോ? നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ പേരുകൾ ഇവിടെ മുഴങ്ങും. എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതെന്നറിയോ? ഇത് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അദ്ദേഹത്തിന് അറിവുള്ള കാണാൻ പറ്റിയ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചേ. നീയോ പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും നീ എഴുതി വെക്കുന്നു, അതിന് ഫോർമുലാസ് കൊണ്ടുവരുന്നു. നീ പറയുന്ന പോലെ നിന്റെ ഫോർമുലാസ് എല്ലാം ശരിയായിരിക്കാം, പക്ഷെ നമുക്കിവിടെ വേണ്ടത് തെളിവുകളാണ്. പോയി പ്രൂഫ് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. നാട്ടിൽ നിന്ന് ജാനകിയുടെ കത്തൊക്കെ വരുന്നുണ്ട്. അവൾ ഇദ്ദേഹത്തെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്ന് ഭയങ്കര ഫീലോടെ പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട്. രാമാനുജനും ഹാഡി പറഞ്ഞൊക്കെ കേട്ട് ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുന്നു. പ്രൂഫ് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ തലയിൽ കൂടുതൽ ഫോർമുലാസ് ആണ് വരുന്നത്. പുതിയ ഫോർമുലാസ് കണ്ടുപിടിച്ച് അതുകൊണ്ട് ഓടിക്കിതച്ച് ഹാഡിയുടെ അടുത്ത് ചെന്ന് ഞാൻ വീണ്ടും കുറെ ഫോർമുലാസ് കണ്ടുപിടിച്ചു, ഇത് നോക്കിക്കേ എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഫോർമുലാസ് ഒന്നും കാണണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. കാരണം ഇവനെ പറ്റാവുന്ന പോലെയൊക്കെ ഉപദേശിച്ച് വിട്ടതല്ലേ അങ്ങേര്. ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതിന് തെളിവ് കൊണ്ടുപോവാ, എന്നിട്ടല്ലേ പുതിയത്. പ്രൂഫ് കൊണ്ടുവരാതെ ഇനി ഇവന്റെ ഫോർമുലാസ് ഒന്നും ചെക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. എന്നാലും അവനോട് ഇറങ്ങിപ്പോയ ഉടനെ തന്നെ ഹാഡി ആ ഫോർമുലാസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ബെറ്റർ ആവണം, അവൻ പ്രൂഫുകൾ കണ്ടുപിടിക്കണമെന്ന് ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെയാണെന്നേ, നേരം വണ്ണം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറഞ്ഞു കൊടുത്ത് അവരുടെ തലയിൽ കയറത്തില്ല. ചില രീതിയിലെങ്കിലും നമുക്കൊന്ന് ടോക്സിക് ആവേണ്ടി വരും. ചിലപ്പോഴൊക്കെ കുറച്ച് അപമാനിച്ച് വിട്ടെങ്കിലേ ചിലരൊക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ആ ഒരു മെത്തേഡാണ് ഹാഡി ഇവിടെ സ്വീകരിക്കുന്നത്. എപ്പോഴും രാമാനുജനെ കംഫർട്ട് ആക്കിക്കൊണ്ട് അവൻ അടിപൊളിയാണ്, അവന്റെ ഫോർമുലാസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട്
ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. ഹാർഷ് ആവേണ്ടടുത്ത് ഹാർഷ് ആവണം, അങ്ങനെയെങ്കിലും കുറച്ച് ബോധം വെച്ച് പുതിയ ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഓൾറെഡി ഉള്ളതിന് വ്യക്തമായ പ്രൂഫും കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് രാമാനുജൻ കണ്ടുപിടിച്ച ഫോർമുല പാർട്ടീഷൻസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു നമ്പർ P(4) എത്ര രീതിയിൽ നമുക്കിതിനെ പാർട്ടീഷൻ ചെയ്യാം? 5 രീതിയിൽ നമുക്കിതിനെ പാർട്ടീഷൻ ചെയ്യാം. 1+1+1+1 4 ഒന്ന് കൂട്ടുമ്പോൾ ഉത്തരം 4 അല്ലേ? 3+1 4 ആണ്. 2+1+1 4 ആണ്. 2+2 4 ആണ്. അതേപോലെ നമുക്ക് ജസ്റ്റ് 4 എന്ന് മാത്രം ഇടാം. അതായത് 4ന്റെ പാർട്ടീഷൻ 5 ആണ്. ഇതിപ്പോൾ ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ വലിയ നമ്പറുകളാവുമ്പോൾ 50 100 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാകും. ഒരു സ്പെസിഫിക് ഫോർമുല ഇല്ലാതെ ഇത് കണ്ടെത്തുക എന്നുള്ളത് അത്രയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ കോളേജിലുള്ള ഒരു പ്രൊഫസർ മേജർ മക്മഹൻ ഇത് കണ്ടെത്താൻ തന്നെ ആഴ്ചകളെടുക്കും. 100ന്റെ പാർട്ടീഷൻ അദ്ദേഹം കണ്ടെത്താൻ തന്നെ ആഴ്ചകളോളം സമയമെടുത്തു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിലാണ് രാമാനുജൻ ഒരു പുതിയ ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാമാനുജന്റെ ഫോർമുല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഏതൊരു സംഖ്യയുടെയും പാർട്ടീഷൻ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ രാമാനുജൻ പറയുന്നുണ്ടെങ്കിലും ഇതിനും പ്രൂഫില്ല. ഇതൊക്കെ വ്യക്തമായ പ്രൂഫോടെ തെളിയിക്കാൻ പറ്റിയ തീർച്ചയായും അത് അത്ര വലിയ അച്ചീവ്മെന്റ് തന്നെയായിരിക്കും. ഇപ്പോൾ രാമാനുജൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോർമുലയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർമുല കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ ദിവസങ്ങൾ പോകുന്നു. ഇപ്പം നമ്മുടെ രാമാനുജം ലെക്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൊഫസേഴ്സ് പഠിപ്പിക്കുമ്പോൾ ജസ്റ്റ് ചുമ്മാ നോക്കിയിരിക്കാതെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുന്നുണ്ട്. നമ്മുടെ ആൾക്ക് ഇതിന്റെ ആവശ്യമില്ലെങ്കിലും പ്രൊഫസേഴ്സിനെ വെറുപ്പിക്കേണ്ടെന്ന് കരുതി കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് അവർ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇതിനിടെയും പുതിയ കുറേ ഫോർമുലാസ് കണ്ടുപിടിച്ചുകൊണ്ട് വരും. പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ഹാഡി വീണ്ടും ഓടിച്ചു വിടും. അങ്ങനെ പോകെ ഒരു ദിവസം രാമാനുജന്റെ ഫോർമുലാസിനൊക്കെ നമ്മുടെ ഹാഡി പ്രൂഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇദ്ദേഹം കാണുന്നത്. നേരെ ഓടി ഹാഡിയുടെ അടുത്ത് ചെന്നപ്പോൾ, നിന്നോട് എത്ര തവണ പ്രൂഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞു? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ദേ നോക്കിയേ, ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഫോർമുലാസും നമ്മുടെ ഹാഡി അതിന് പ്രൂഫ് കണ്ടുപിടിച്ചതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ബുക്കാക്കി അത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു കോപ്പി ഇവന്റെ കയ്യിൽ കൊടുത്തു. രാമാനുജന് ഭയങ്കര സന്തോഷം. അവന്റെ പേരിൽ ഫസ്റ്റ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോവാ. കഴിഞ്ഞ കുറച്ച് നാളുകൾ ഹാഡി ഇവനോട് ഹാഷായിട്ട് പെരുമാറിയെങ്കിലും ഇപ്പൊ അവനെ സഹായിച്ചല്ലോ. രാമാനുജന് പ്രൂഫ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളതാണ് അവന്റെ പ്രശ്നം. കാരണം അവൻ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത എ സിനോപ്സിസ് ഓഫ് എലമെന്ററി റിസൾട്ട്സ് ഇൻ പ്യൂർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്നുള്ള പുസ്തകത്തിൽ പ്രൂഫുകളില്ല, ഫോർമുലാസ് ആണ്. അത് നോക്കി പഠിച്ച രാമാനുജന് ഇങ്ങനെ പറ്റുള്ളൂ. ഏതായാലും രാമാനുജന്റെ ആദ്യ ബുക്ക് പബ്ലിഷ് ചെയ്തല്ലോ, അത്രയും സന്തോഷം. ഈ വാർത്ത കത്തെഴുതി നാട്ടിലും അറിയിച്ചു. അമ്മ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ഭയങ്കര പ്രൗഡായിട്ട് മോൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. നാരായണനും ഇവിടെയുണ്ട്. ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു രാമാനുജന് വേണ്ട സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന്. ഇതിനിടയ്ക്ക് ജാനകിക്കിട്ട് അമ്മ ഒന്ന് കൊട്ടുന്നുണ്ട്. അമ്മായിയമ്മ മരുമോൾ ഇഷ്യൂസ് അതിപ്പം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ഇവർ ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാമാനുജന്റെ കൂടെ ജാനകിയും വിദേശത്തേക്ക് പോയേക്കാം. ഇതൊന്നും രാമാനുജന്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും രാമാനുജന്റെ കൂടെയാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കേണ്ടത്. ഇവിടെ ട്രിനിറ്റിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന രാമാനുജനെ രാവിലെ അവന്റെ സുഹൃത്തുക്കൾ വന്ന് വിളിച്ചുണർത്തി. യുദ്ധം തുടങ്ങിയെന്ന്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇവരോടെല്ലാവരോടും താഴോട്ട് ചെല്ലാൻ അറിയിച്ചേക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന ആ ഒരു സമയമാണേ. ഇവിടെയുള്ള പലർക്കും ഒരുപക്ഷെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നേക്കാം. നമ്മുടെ ലിറ്റിൽ ഹുഡിനെ പോലും അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് യുദ്ധഭൂമിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആളാവട്ടെ നമ്മുടെ രാമാനുജൻ പ്രപ്പോസ് ചെയ്ത ഒരു ഐഡിയ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാമാനുജൻ മുന്നോട്ട് വെച്ച പ്രൈം നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്ത് ഇദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി വരുന്നു. അത് സോൾവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മുഴുവൻ സമയവും കണക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യുദ്ധമാണ്, പോയേ പറ്റുള്ളൂ. രാമാനുജനും ആകെ അങ്ങ് ടെൻഷനായി. കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ അറിയിച്ചിരുന്നു. യുദ്ധമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റുമോ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ? നാട്ടിലാവട്ടെ ജാനകി യുദ്ധം കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാമെങ്കിലും അത് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. എത്രയും വേഗം രാമാനുജന്റെ അടുത്ത് എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ കത്തൊക്കെ എഴുതി അത് പോസ്റ്റ് ചെയ്യാൻ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ജാനകി ഇവിടുന്ന് പോകുന്നത് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് കത്തയക്കാതെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം രാമാനുജൻ അറിയില്ലല്ലോ. അദ്ദേഹം ആവട്ടെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ യുദ്ധം നടക്കുന്നതുകൊണ്ട് കഴിക്കാൻ പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാതെ, വെജിറ്റബിൾസ് പോലും കിട്ടാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. നാട്ടിൽ നിന്ന് കത്ത് വരുന്നില്ല, എന്താ അവസ്ഥയെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അതിനിടയിൽ സോൾജേഴ്സ് കുറച്ചുപേര് രാമാനുജനെ പിടിച്ച് തല്ലുകയും ചെയ്തു. അവരെ തട്ടിക്കേറി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വന്നു. രാമാനുജൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല. ആ ദേഷ്യത്തിന് അവനെ ഇട്ട് തല്ലുന്നുണ്ട്. പോരാത്തതിന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരുമാതിരി ചീഞ്ഞളിഞ്ഞ വെജിറ്റബിൾസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടുണ്ടാക്കിയതൊന്നും കഴിക്കാനും തോന്നുന്നില്ല. നോൺ വെജ് അവൈലബിൾ ആണെങ്കിലും ഇദ്ദേഹം ബ്രാഹ്മണനാണ്, ഇദ്ദേഹത്തിന് അത് കഴിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു വിശ്വാസം കാരണം അതും കഴിക്കാതെ കുറേ അങ്ങനെ പട്ടിണി കിടന്നു. അടുത്ത ദിവസം നമ്മുടെ ലിറ്റിൽ വുഡ് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് തിരിക്കുന്നുണ്ട്. ഹാഡിയും കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പൊക്കെ കൊടുത്തു. ദെൻ അടുത്ത ദിവസം നമ്മുടെ ഹാഡി രാമാനുജനെ എതിർക്കുന്ന പ്രൊഫസേഴ്സുമായിട്ടൊന്ന് കൊമ്പ് കോർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഈ യുദ്ധം ഒരു കാരണമാക്കി വെച്ച് രാമാനുജനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന് ഫെലോഷിപ്പ് കൊടുക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്.
എത്രയൊക്കെ പഠിപ്പും വിവരവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതിനെ ഹാർഡി ശക്തമായിട്ട് എതിർത്തു. രാമാനുജന്റെ വില മനസ്സിലാക്കാതെ ഇവന്മാരിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് ഭാവി തലമുറയോടുള്ള ദ്രോഹമാണെന്നാണ് ഹാർഡിയുടെ ഒപ്പീനിയൻ. രാമാനുജന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെ അവഗണിച്ച് ഒഴിവാക്കി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഹാർഡി അവരോടൊക്കെ ദേഷ്യപ്പെട്ട് മാറിപ്പോയി. അതിനുശേഷം നമ്മുടെ ലിറ്റിൽ വുഡ് എഴുതിയ ഒരു കത്ത് ഇദ്ദേഹത്തിന് കിട്ടി. അതിൽ പറയുന്നതാവട്ടെ രാമാനുജൻ പ്രപ്പോസ് ചെയ്ത കണക്കുകളിൽ ചില മിസ്റ്റേക്സ് ഒക്കെ അദ്ദേഹം കണ്ടെത്തിയെന്നാണ്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും രാമാനുജന്റെ കണക്ക് ഇനിയും ബെറ്റർ ആക്കണം. അവനെ കൊണ്ട് തന്നെ അതിന്റെ പ്രൂഫ് ഉണ്ടാക്കിപ്പിക്കണം. അവന്റെ കണക്കുകൾക്ക് പ്രൂഫ് കൊണ്ടുവരേണ്ടത് അവൻ തന്നെയാണ്. മറ്റൊരാൾ ചെയ്താൽ അത് ശരിയാവത്തില്ല. ഇത്രയും കഴിവുള്ള ഒരാളെ വിട്ടുകളയരുത്. നമ്മുടെ കൂടെയുള്ള പലരും അവനെ എതിർക്കുന്നുണ്ട്, ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവനെ എങ്ങനെയും സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തണം ഹാർഡി. അവന്റെ ഫോർമുലാസ് ഒക്കെ മുന്നോട്ടുള്ള കാലത്ത് ഒരുപാട് ഉപയോഗമാകും. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചുയർത്തി കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയാണ് ലിറ്റിൽ വുഡ് എഴുതിയിരിക്കുന്നത്. അടുത്ത ദിവസം ഹാർഡി രാമാനുജനെ വിളിച്ച് അവന്റെ ഫോർമുലാസിലെ തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിന് പ്രൂഫ് നിനക്കേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, നീ തന്നെ പ്രൂഫ് കണ്ടുപിടിക്കണം, അതിന് പകരം നിനക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ മാത്രം എഴുതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഇവന് ഭയങ്കര വിഷമമായി. അന്നേരം ഉണ്ടായ ദേഷ്യത്തിൽ ഹാർഡിയോടും വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ വലിയ ഹൈക്കമാൻഡ് ആണെന്നാണോ വിചാരിക്കുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ കണക്ക് മാത്രം നോക്കി തുടർന്നു പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല രാമാനുജൻ. ഇവന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അവന്റെ ഭാര്യയിൽ നിന്ന് കത്ത് വന്നിട്ട് കുറെ നാളായി. അങ്ങോട്ട് കത്ത് അയക്കുന്നുണ്ട്, മറുപടി ഒന്നും കിട്ടുന്നില്ല. ഒരു സൈഡിൽ യുദ്ധം, അതിന്റെ പ്രശ്നങ്ങൾ, ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടുന്നില്ല. എല്ലാം കൊണ്ടും വല്ലാത്ത അവസ്ഥയിലായിരുന്ന രാമാനുജൻ തന്റെ ബുക്സിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ട്, അതുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞതോടെ കൺട്രോൾ വിട്ട് പെരുമാറിപ്പോയി. ഹാർഡിയും ദേഷ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയതോടെ രാമാനുജൻ ഒരുമാതിരി അങ്ങ് ദേഷ്യപ്പെട്ട് അന്ന് രാത്രി കുത്തിയിരുന്ന് ഇദ്ദേഹത്തിന്റെ ഫോർമുലാസിനൊക്കെ സ്വന്തമായിട്ട് പ്രൂഫ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. കുത്തിയിരുന്ന് മെനക്കെട്ട് പ്രൂഫ് എല്ലാം ഉണ്ടാക്കി ഹാർഡിയുടെ ഓഫീസിലെത്തിച്ചു. ഫൈനലി അവൻ ചെയ്തെടുത്തല്ലോ. അവനെ ഫോഴ്സ് ചെയ്തതിനും ബുദ്ധിമുട്ടിച്ചതിനും ഒക്കെ ഒരു റിസൾട്ട് ഉണ്ടായല്ലോ എന്ന സന്തോഷത്തിൽ രാമാനുജനെ തേടി ചെല്ലുമ്പോൾ അവനാകെ വയ്യാത്തൊരവസ്ഥയിലാണ്. ഫുഡൊന്നും ശരിയല്ലല്ലോ, അതിൻ്റെതായിട്ടുള്ള ചെറിയ ചില ബുദ്ധിമുട്ടുകളിലാണ്. ഏതായാലും ആളെ വാശി പിടിപ്പിച്ചുകൊണ്ട് പ്രൂഫ് കിട്ടി. ഇത്രേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. നീ ഇപ്പോൾ പ്രൂഫ് കൊണ്ടുവന്നില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇത് ബെറ്റർ ആക്കാം. അതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർഡി ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ബെർട്രാൻ റസലിനോട് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പ്രൂഫ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. നീ അവനോട് ദേഷ്യപ്പെട്ടോ ഹാർഡി? ഒബ്വിയസ്ലി ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്തത്. ആ വാശി കയറ്റിയപ്പോൾ അവൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തത് കണ്ടില്ലേ? ഓ കം ഓൺ ഹാർഡി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവനെ ഫ്രീ ആയിട്ട് വിട്. അവനെ ഒരുമാതിരി അങ്ങ് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കല്ലേ. അവനെ അവന്റെ കാര്യങ്ങളായിട്ട് ഫ്രീ ആയിട്ട് വിട്, അവൻ ചെയ്തോളും. റസൽ പറയുന്നതും ശരിയാണ്. രാമാനുജനെ ഒത്തിരി ഇട്ടങ്ങ് ബുദ്ധിമുട്ടിക്കുന്നതും ശരിയാവില്ല. എന്നാലും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണമല്ലോ എന്ന അർത്ഥത്തിലാണ് ഹാർഡി പലപ്പോഴും അങ്ങനെ ദേഷ്യപ്പെടാറുള്ളത്. എല്ലാം അവന്റെ നല്ലതിനെ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം ഇവിടുത്തെ മേജർ മക്മോന്റെ അടുത്ത് നിന്ന് പാർട്ടീഷൻസിൽ രാമാനുജൻ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് ഹാർഡി. മേജറിന് രാമാനുജന് വേണ്ടി കളയാൻ സമയമില്ലെന്ന്. ഒരു കഴകത്തുമില്ലാത്ത ചെക്കനത് വിട്ടുകളയാനാണ് അങ്ങേര് പറയുന്നത്. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ ഹാർഡിക്ക്? മേജറിനെ വെറുപ്പിച്ചിട്ടാണെങ്കിലും സാരമില്ല, ഇവന്റെ ഫോർമുല വർക്കാവുമെന്ന് അങ്ങേരെ ധരിപ്പിക്കണം. രാമാനുജനെയും കൂട്ടി ആളുടെ അടുത്ത് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരുമാതിരി വെല്ലുവിളി പോലെയായി കാര്യങ്ങൾ. മേജർ രാമാനുജനോട് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. രാമാനുജൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ഇവനും തിരിച്ചു ചോദിച്ചു. മേജറും ഉത്തരം പറഞ്ഞു. എന്നിട്ട് രണ്ടാളും തമ്മിൽ പാർട്ടീഷൻസിലെ ഒരു മത്സരം പോലെ P(200) കണ്ടുപിടിക്കണമെന്ന് ചലഞ്ച് ചെയ്തു. മേജർ അദ്ദേഹത്തിന്റെ രീതിയിൽ ശ്രമിക്കട്ടെ, രാമാനുജൻ ഇവന്റെ ഫോർമുല ഉപയോഗിച്ചും ശ്രമിക്കട്ടെ. ഈ ചലഞ്ചിൽ തെളിയുമല്ലോ രാമാനുജന്റെ ഫോർമുല കൊണ്ട് വല്ല കാര്യവും ഉണ്ടോന്ന്. പാർട്ടീഷൻസ് ഒക്കെ കണ്ടത് ആ ഭയങ്കര മെനക്കേട് പിടിച്ച പരിപാടിയാണ്. P(100) തന്നെ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് P(200) പറഞ്ഞേക്കുന്നത്. രണ്ടാളും വെല്ലുവിളിച്ച പോലെ അവരവരുടെ രീതിയിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. രാമാനുജൻ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് അദ്ദേഹത്തിന്റെ ഫോർമുല യൂസ് ചെയ്ത് കിട്ടിയ ഉത്തരവുമായിട്ട് മേജറിന്റെ അടുത്തെത്തി. മേജറിന്റെ ഉത്തരം തെറ്റില്ല എന്നുള്ള കോൺഫിഡൻസിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഉത്തരം ഫുള്ള് വായിച്ചു. എന്നിട്ട് രാമാനുജൻ ഫോർമുല വെച്ച് കണ്ടുപിടിച്ച ഉത്തരം നോക്കുമ്പോൾ ഇതിൽ ഒരൊറ്റ ഡിജിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ്. പക്ഷെ ആ തെറ്റിപ്പോയ ഡിജിറ്റ് 10 ലക്ഷം പൊസിഷനിലെയാണ്. അതിനർത്ഥം രാമാനുജൻ ഇവിടെ ഫെയിലായി എന്നല്ല. ഇവൻ ഫോർമുല യൂസ് ചെയ്ത് ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതാണ്ട് 2% മാത്രം മിസ്റ്റേക്ക് വരുന്ന തരത്തിലുള്ള ഉത്തരം കണ്ടെത്തിയപ്പോഴേക്കും മേജർ തന്നെ സർപ്രൈസ് ആയി. ഇത് കൊള്ളാലോ, ഇത് ഫോർമുല യൂസ് ചെയ്ത് നീ ഇത്രയും അടുത്തെത്തിയോ? ഇനിയും രാമാനുജന്റെ ഫോർമുലയിൽ കാര്യമായിട്ടൊന്ന് വർക്ക് ചെയ്താൽ ഈ മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യത കുറച്ച് കൊണ്ടുവരാം. ഇപ്പൊ 2% മിസ്റ്റേക്ക് വരുന്നത് 1%ലേക്കും വീണ്ടും അതിന് താഴേക്കും ഒക്കെ കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് ഭയങ്കര വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. രാമാനുജന്റെ കഴിവ് കണ്ട് അമ്പരപ്പെട്ട് നിൽക്കുന്ന മേജറിന്റെ അടുത്ത് നമ്മുടെ ഹാർഡി ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞ് ഇവനെ പരിചയപ്പെടുത്തും. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രോമം എണീറ്റ് നിൽക്കും. വീണ്ടും ദിവസങ്ങൾ പോകുന്നു. രാമാനുജൻ അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അസഹ്യമായ വയറുവേദനയും ചുമയും ഒക്കെ ഉണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രശ്നം കുറച്ചധികം ഗുരുതരമാണ് എന്നാണ്. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, കഴിക്കുന്നില്ല, ഒരുപാട് പട്ടിണി കിടന്ന ആകെ പ്രശ്നമായിട്ട് ഏതാണ്ട് ട്യൂബർക്യുലോസിന്റെ തുടക്ക സ്റ്റേജിലെത്തി. ഇതിപ്പോൾ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്റെ രോഗത്തെ പറ്റി ഹാർഡി അറിയേണ്ട, അദ്ദേഹത്തോട് ഇത് പറയരുത് എന്ന് രാമാനുജൻ ഇവന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ അത്യാവശ്യം തരക്കേടില്ലാതെ ഇവന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെയും മുന്നോട്ട് പോയാൽ അധികം വൈകാതെ ഫെലോഷിപ്പ് കിട്ടും. അതിനിടെ തനിക്കിങ്ങനെ രോഗമാണെന്നൊക്കെ ഹാർഡി
അറിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ ഇതുപോലെ തന്നെ തുടരാൻ സമ്മതിച്ചെന്ന് വരില്ല എന്നൊക്കെ കരുതിയിട്ടാവാം. ഏതായാലും വലിയ റിസ്ക്കാണ് രാമാനുജൻ എടുക്കുന്നത്. ഈ ഒരു പ്രശ്നം കൂടാതെ യുദ്ധവും. ഡോക്ടറെ കണ്ട് ഇറങ്ങി വന്ന വഴിയിൽ ശത്രുക്കൾ ബോംബിട്ടു. മരണം കൺമുന്നിൽ കണ്ട നിമിഷം രാമാനുജൻ ഒന്നും ചെയ്യാൻ പറ്റാതെ എണീറ്റ് ഓടാൻ പോലും തോന്നാതെ അവിടെ അങ്ങനെ ഇരുന്നു പോയി. ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ട് പുള്ളിക്കാരൻ ഒരുമാതിരി അങ്ങായി. ആൾക്ക് ജാനകിയെ ഓർമ്മ വന്നിട്ടാണോ എന്തോ ടെൻഷനായി കൈയും കാലും പോലും അനങ്ങാതെ സ്റ്റക്കായി നിന്ന് പോകത്തില്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുറേ സമയം അങ്ങ് ഇരുന്നു പോകുന്നുണ്ട്. നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പോൾ രാമാനുജൻ അറിയാൻ പറ്റുന്നില്ലല്ലോ. ഭാര്യ അയക്കുന്ന കത്തുകൾ അമ്മ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അവിടെ ഉള്ളത് ഇങ്ങോട്ടും അറിയാൻ പറ്റുന്നില്ല. ഇവിടുന്ന് രാമാനുജൻ അങ്ങോട്ട് എഴുതി അറിയിക്കുന്ന കത്തുകൾ ആദ്യം അമ്മയുടെ കിട്ടുമ്പോൾ പുള്ളിക്കാരി അതങ്ങ് ഒളിപ്പിച്ചു വെക്കും. ഭാര്യയോട് കത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നില്ല. ജാനകിക്കും ഒരുപാട് വിഷമമായി ഓടി അമ്പലത്തിൽ ചെന്ന്, മുമ്പൊക്കെ രാമാനുജൻ ഇവിടെ അമ്പലത്തിന്റെ തറയിൽ കണക്കൊക്കെ എഴുതി വെക്കുമായിരുന്നല്ലോ, അതൊക്കെ ഓർത്ത് വിഷമിച്ച് അങ്ങനെ ഇരിക്കും. മറ്റെന്താണിപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുക? നിസ്സഹായായി നിന്നുപോവാണ്. അദ്ദേഹം ഇവളെ മറന്നു, അദ്ദേഹം മറ്റൊരു ലൈഫ് ചൂസ് ചെയ്തു എന്നുള്ള സംശയത്തിലായി പോയി. ശേഷം അടുത്ത ദിവസം ഇങ്ങനെ ട്രിനിറ്റി കോളേജിൽ നമ്മുടെ രാമാനുജനും ഹാഡിയും അവരുടെ ഫോർമുലാസ് ഒക്കെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് രാമാനുജൻ ഈ ഫോർമുലാസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നത്? ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? അത് തന്നെ മനസ്സിലങ്ങ് വരുന്നു, ഞാൻ എഴുതുന്നു, അങ്ങനെയൊക്കെ തന്നെ. ഏതായാലും രാമാനുജൻ ഇവിടെ ഫെലോഷിപ്പിന് അർഹനാണെന്ന് മനസ്സിലാക്കിയ ഹാഡി ഇവന്റെ പേര് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. രാമാനുജനും ഒത്തിരി സന്തോഷമായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെയുള്ള ഒരുപാട് പ്രൊഫസേഴ്സ് രാമാനുജനെ എതിർക്കുകയോ അല്ലെങ്കിൽ രാമാനുജന്റെ കണക്കുകളിലൊന്നും വലിയ കാര്യമില്ല എന്ന് കരുതുന്നവരായതുകൊണ്ട് വോട്ടിനിട്ട് ഫെലോഷിപ്പ് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. രാമാനുജൻ ആഗ്രഹിച്ച പോലെ അവന് ഫെലോഷിപ്പ് കിട്ടാനുള്ള സാധ്യതയില്ല. ഡേ ബൈ ഡേ രാമാനുജന്റെ കണ്ടീഷൻ ഏറെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ നോൺ വെജ് ആയതുകൊണ്ട് അതൊന്നും കഴിക്കാനും ജീവൻ പിടിച്ചിർത്താനും ഒന്നും അവന്റെ വിശ്വാസം അവനെ സമ്മതിക്കത്തില്ലല്ലോ. നാട്ടിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുത്ത വാക്കല്ലേ, അമ്മ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ആ ടൈപ്പ് ഫുഡൊന്നും കഴിച്ചേക്കല്ലെന്ന്. ഒരു കാരണവശാലും ആ വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിലായി. ഹാഡി അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴോ അത്രയും നേരം ഹോസ്പിറ്റൽ ബെഡിലുണ്ടായിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ കാണുന്നില്ല. ഇതെല്ലാം രാമാനുജന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നോൺ വെജ് ഭക്ഷണം കഴിക്കില്ല എന്ന് മാത്രമല്ല, വിദേശ മെഡിസിൻ പോലും യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല. ചോര തുപ്പുന്ന അവസ്ഥയിലായിട്ട് പോലും മരുന്ന് കഴിക്കാൻ തയ്യാറാവാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് കാണാതെ ഇറങ്ങിപ്പോയേക്കുന്നു. ഏതൊരവസ്ഥയിലും ദൈവത്തെയും വിശ്വാസത്തെയും മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. ചെറുപ്പം മുതലേ ഇതൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. ചോര തുപ്പുന്ന അവസ്ഥയാണെങ്കിലും ദൈവം നോക്കിക്കോളൂന്നേ. അദ്ദേഹത്തെ ഇവിടെ വരെ എത്തിച്ചത് ദൈവം തന്നെയല്ലേ. എപ്പോഴും ദൈവം തന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഒരുപാടങ്ങ് കൂടിയിട്ടാണോ എന്നറിയില്ല. ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ വരുമ്പോൾ ചാടാൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട്. ചാടാൻ ശ്രമിച്ചു, ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വിവരം പറഞ്ഞ് നമ്മുടെ ഹാഡി ഹോസ്പിറ്റലിലെത്തി. അവിടെ നിന്നാണ് രാമാനുജന് ട്യൂബർക്യുലോസിസ് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെന്നുള്ള കാര്യം ഇദ്ദേഹം അറിയുന്നത്. ഇനിയിപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചു എന്നാണ് ഡോക്ടറിന്റെ പോലും മറുപടി. രാമാനുജന്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോഴോ അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അവൾ തനിക്കിപ്പോൾ കത്തുകൾ അയക്കുന്നില്ല, തനിക്ക് ആരുമില്ല, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു, എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയാത്ത ഒരു വേളയിൽ അങ്ങനെ ചെയ്തു പോയതാണെന്ന്. രാമാനുജന്റെ അവസ്ഥ അത്രയും മോശമാണെന്ന് ഹാഡിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് കരുതി അവനെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇനി അങ്ങോട്ട് രാമാനുജന്റെ കാര്യങ്ങളൊക്കെ ഹാഡി തന്നെ മുൻകൈ എടുത്ത് നോക്കിക്കോളാവുന്നു. അവൻ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിയത് ഇദ്ദേഹം മാത്രമാണല്ലോ. ഇതിനിടെ മറ്റു കുറച്ച് സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ബെർട്രാൻ റസലിനെ കോളേജിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. കാര്യകാരണങ്ങളൊന്നും സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നാലും ഏതോ ഒരു ടൈമിൽ ബെർട്രാൻ റസൽ യുദ്ധത്തിനെതിരെ സംസാരിച്ചിരുന്നു. ബ്രിട്ടൻ ഗവൺമെന്റ് യുദ്ധത്തിൽ പങ്കാളിയാവേണ്ടതില്ല എന്നൊക്കെ സംസാരിച്ചിരുന്നു. അത് വലിയ കുറ്റമാണ്. രാജ്യദ്രോഹം ആ ഒരു വകുപ്പിലൊക്കെ വരുന്നൊരു കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു. ഹാഡി അദ്ദേഹത്തെ യാത്രയാക്കിയിട്ട് വീണ്ടും രാമാനുജന്റെ അടുത്ത് വന്ന് ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അവൻ്റെ ഈ വയ്യാത്ത അവസ്ഥയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവന് നല്ലൊരു സുഹൃത്തായിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത രാമാനുജന്റെ മനസ്സിൽ നിന്ന് പോകണം. മുമ്പൊരിക്കൽ ഹാഡി ചോദിച്ചില്ലേ, എവിടുന്നാണ് നമ്മുടെ രാമാനുജന് ഈ ഫോർമുലാസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിച്ചെടുക്കുന്നത് എന്ന്. ഇപ്പോൾ രാമാനുജൻ അതിന് ഉത്തരം പറഞ്ഞു. തന്റെ ദൈവം, താൻ ആരാധിക്കുന്ന ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത് എന്ന്. ഇരുവരുടെയും വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ്. രാമാനുജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നു. അതേസമയം ഹാഡി തെളിവുള്ള കാര്യത്തിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. നമുക്കൊക്കെ പേരൻസ് ആണെങ്കിലും ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള പോലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒരു പട്ടം പോലെയാണ്, അങ്ങനെ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. അതേപോലെ ഹാഡിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാറ്റുണ്ടെങ്കിലേ പട്ടം പറക്കുള്ളൂ. അതുപോലെ സെൻസ് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഹാഡി പോകാറുള്ളൂ. തെളിവില്ലാത്ത പക്ഷം രാമാനുജൻ പറയുന്ന പോലെയാണ് എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. ദൈവത്തിലോ ആ ഒരു കൺസെപ്റ്റിലോ ദൈവം ഇവന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളിലോ ഒക്കെ വിശ്വസിക്കാൻ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ രാമാനുജൻ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്, അവനെ വിശ്വസിക്കാൻ സാധിക്കുമെന്നും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് രാമാനുജൻ ഒരു കത്തും കൊടുക്കുന്നുണ്ട്. ജാനകിയുടെ കത്തായിരുന്നു. അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് രാമാനുജൻ അവളെ മറന്നു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് ജാനകി അവളുടെ സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇതായിരിക്കും രാമാനുജൻ അവളയക്കുന്ന അവസാനത്തെ കത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുമാത്രം ഇങ്ങെത്തി. അമ്മയുടെ അടുത്ത് കൊടുക്കാതെ സഹോദരന്റെ വീട്ടിലെത്തി അവിടുന്ന് പോസ്റ്റ് ചെയ്തതുകൊണ്ട് കത്ത് കൃത്യമായി ഇങ്ങെത്തി. ഏതായാലും ഒരു കാര്യത്തിൽ രാമാനുജന് സമാധാനമായി. ജാനകി തന്നെ മറന്നു കളഞ്ഞിട്ടൊന്നുമില്ല. അവളുടെ കത്തുകൾ ഇവിടെ എത്തിയില്ല. ഒരുപക്ഷെ യുദ്ധം കാരണമാവാം. യുദ്ധമല്ല, സ്വന്തം അമ്മയാണ് പ്രശ്നം എന്നുള്ള കാര്യം ഇവൻ അറിയില്ലല്ലോ. ഇവൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. തിരികെ നാട്ടിൽ പോകണമെന്നും കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി ജാനകിയോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. സാധിക്കുമോ
എന്നറിയില്ല, കാരണം രോഗം കൂടി വരുന്നു. അന്നേ ദിവസം രാത്രി രാമാനുജൻ അദ്ദേഹത്തിന്റെ കണക്കുകൾ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം അതിനു പുറകെ ഇരിക്കുന്നുണ്ട്. ഇത്തവണ പ്രൂഫ് അടക്കം പാർട്ടീഷൻസിന്റെ മോസ്റ്റ് അപ്രോക്സിമേറ്റ് ഫോർമുല അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇത് ഹാഡിയെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ രാമാനുജൻ ഹോസ്പിറ്റലിലായി. ഹാഡിയും അവിടെ എത്തി ഡോക്ടറോട് സംസാരിച്ചു. വളരെ ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻ, ഇദ്ദേഹം മരുന്ന് പോലും കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്ന്. എന്ത് ചെയ്യാൻ പറ്റും, മരുന്ന് കഴിച്ചാലേ രക്ഷപ്പെടൂന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെങ്കിലും ആളുടെ വിശ്വാസങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇന്നലെ രാത്രി ചെയ്തെടുത്ത ഫോർമുലാസും പ്രൂഫും എല്ലാം ഹാഡിക്ക് കൊടുത്തു. താൻ എത്ര നാൾ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അവസ്ഥ അത്രയും മോശമാണ്. ഇനിയിപ്പം മരണപ്പെടുവാണെങ്കിലും താൻ കാരണം എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവണം. ഒരുപക്ഷെ ഇതായിരിക്കും തന്റെ അവസാനത്തെ ഫോർമുല, തന്റെ അവസാനത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് രാമാനുജൻ ഹാഡിക്ക് ആ ഫോർമുലാസും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. ഹാഡി അതുകൊണ്ട് മേജറിന്റെ അടുത്ത് അദ്ദേഹത്തെ കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ അമ്പരപ്പെട്ടു പോയി. പാർട്ടീഷൻസ് പോലെ ഇത്രയും കോംപ്ലിക്കേറ്റ് ആയ ഏരിയയിൽ ഇങ്ങനെ ഒരു ഫോർമുല. രാമാനുജന്റെ കഴിവനുസരിച്ച് അവൻ എല്ലാ തരത്തിലും ഫെലോഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രൊഫസേഴ്സ് രാമാനുജന് ഫെലോഷിപ്പ് കൊടുക്കില്ല. അവരൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ഒരു ഇന്ത്യൻ അല്ലേ, ഇത്രയും നാൾ പ്രൂഫ് ഇല്ലായിരുന്നല്ലോ, അവൻ്റെ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെയാണ്, വേറെ ഡിഗ്രി ഉണ്ടോ, ഫെലോഷിപ്പ് നേടാൻ അർഹനാണോ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാരണം, പിന്നെ ഇവനെ ഇഷ്ടമല്ലാത്തതും കാരണം എന്തായാലും കൊടുക്കില്ല. അതുകൊണ്ട് ട്രിനിറ്റി കോളേജിന്റെ ഫെലോഷിപ്പ് വേണ്ട, പകരം റോയൽ സൊസൈറ്റിയുടെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാലോ. റോയൽ സൊസൈറ്റി രാമാനുജന്റെ കഴിവിൽ ഇംപ്രസ് ആയാൽ റോയൽ ഫെലോഷിപ്പ് അവന് കിട്ടും. ഹാഡി മേജറിനെ നിർബന്ധിച്ച് റോയൽ സൊസൈറ്റിയുമായിട്ട് കോൺടാക്ട് ഉണ്ടാക്കി രാമാനുജന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തു. ലിറ്റിൽ വുഡിനെയും വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ രാമാനുജന്റെ കണക്കും പ്രൂഫും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു. റോയൽ സൊസൈറ്റിയിലും കുറച്ചൊക്കെ എതിർപ്പുകൾ വരുന്നുണ്ടെങ്കിലും രാമാനുജൻ കണ്ടുപിടിച്ച ഫോർമുലാസും നമ്മുടെ ഹാഡി അവന് വേണ്ടി പ്രസന്റ് ചെയ്ത വിധവും റോയൽ സൊസൈറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കൺവിൻസിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ രാമാനുജൻ വെറും ഫെല്ലോ അല്ല, റോയൽ ഫെല്ലോ ആയി. ട്രിനിറ്റി കോളേജിന്റെ അല്ല, റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് തന്നെ കിട്ടി. ഇതിനിടെ രാമാനുജൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കത്തയച്ചിരുന്നു, അവളുടെ സഹോദരന്റെ വീട്ടിലേക്ക്. ഇത്രയും നാളായിട്ട് ഇവളുടെ കത്തൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അദ്ദേഹം കത്തുകൾ അയക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ട് സംശയം തോന്നി. രാമാനുജന്റെ അമ്മ താമസിക്കുന്നിടത്തെത്തി അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവള് അയക്കാൻ കൊടുത്ത കത്തുകളും രാമാനുജൻ ഇങ്ങോട്ട് അയച്ചിരുന്ന കത്തുകളും മുഴുവൻ അവിടെ പെട്ടിയിലിട്ട് വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. ജാനകിയെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നല്ലോ. ഇവളും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവരിവിടെ ഒറ്റപ്പെട്ടു പോകും, അമ്മ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നുള്ള തോന്നൽ കാരണം ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അക്കാലത്തെ ചെറിയൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന സ്ത്രീയല്ലേ, അവരുടെ ലോകം ഇത്രമാത്രമാണ്. പതിയെ രാമാനുജന്റെ രോഗം ഭേദമായി വരുന്നു. നാട്ടിലേക്ക് പോകാനും അവൻ തീരുമാനിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹാഡി അവനെ വിളിച്ച് ട്രിനിറ്റി കോളേജിൽ വരും. ഇവിടെ ഫെല്ലോസിന് മാത്രം നടക്കാൻ അനുമതിയുള്ള ഗ്രാസിലൂടെ നടക്കാതെ രാമാനുജൻ അതുവഴി ഒഴിഞ്ഞു പോകുമ്പോൾ, ഇങ്ങോട്ട് വാടാ, നീ ഒരു റോയൽ സൊസൈറ്റി ഫെല്ലോ ആണ്, ഇനി നിന്നെ ആരും തടയത്തില്ല എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ഇവിടുത്തെ ഫെല്ലോഷിപ്പ്, ട്രിനിറ്റി കോളേജിലെ ഫെല്ലോഷിപ്പും രാമാനുജന് കൊടുത്തു. റോയൽ സൊസൈറ്റിയെ ഫെല്ലോഷിപ്പ് കൊടുത്തു. ഇനിയിപ്പോൾ ഇവർ കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ താൻ ആഗ്രഹിച്ചതിനപ്പുറം നമ്മുടെ രാമാനുജൻ നേടുവാണ്. ഇതൊക്കെ കണ്ട് ഹാഡിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇവന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിഞ്ഞ് ഇവനെ ഇവിടെ വരെ എത്തിച്ചത് അദ്ദേഹമല്ലേ. ഇവന് വേണ്ടി എന്തോരം ഫൈറ്റ് ചെയ്തു. ഫൈനലി ഹാപ്പി എൻഡിങ്. ഏറെ സന്തോഷത്തോടെ രാമാനുജൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഹാഡി അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാവാം ആ കാറിന്റെ നമ്പറൊക്കെ പറഞ്ഞ് അതൊരു മോശം ലക്ഷണമാവാം, ഒരു മോശം നമ്പർ ആവാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ 1729 എന്ന നമ്പറിനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കി. അതൊട്ടും മോശം നമ്പർ അല്ല, വലിയൊരു പ്രത്യേകതയുള്ള നമ്പറാണത്. രണ്ട് വ്യത്യസ്ത രീതിയിൽ രണ്ട് നമ്പറുകളുടെ ക്യൂബുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729 എന്ന് രാമാനുജൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 1ന്റെ ക്യൂബും 12ന്റെ ക്യൂബും തമ്മിൽ കൂട്ടിയാൽ 1729 കിട്ടും. അതേപോലെ 9ന്റെ ക്യൂബും 10ന്റെ ക്യൂബും കൂട്ടിയാലും 1729 കിട്ടുന്നത്. ഇങ്ങനെ ക്യൂബുകളുടെ സമ്മ കൂട്ടുമ്പോൾ ഒരേ സംഖ്യ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ നമ്പറാണ് 1729 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് പിൽക്കാലത്ത് ഹാഡി രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്. ഏതായാലും ഇപ്പൊ രാമാനുജൻ നാട്ടിലേക്ക് പോവാണല്ലോ, നാട്ടിൽ തന്നെ അങ്ങ് നിൽക്കണ്ട, തിരിച്ചു വരണം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് അച്ചീവ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടുപിരിയുന്ന വിഷമത്തോടെ കുറേ നേരം കെട്ടിപ്പിടിച്ചൊക്കെ നിന്നിട്ട് യാത്ര അയച്ചു. കട്ട് ചെയ്താൽ 1 വർഷം കഴിഞ്ഞുപോയി. 1 വർഷത്തിന് ശേഷം രാമാനുജന്റെ കത്ത് നമ്മുടെ ഹാഡിക്ക് വന്നു. തന്റെ ഫ്രണ്ട് തിരികെ വരാനായിരിക്കുമെന്ന് കരുതി ഓടിച്ചെന്ന് കത്ത് തുറന്ന ഹാഡി മനസ്സിലാക്കുന്നതോ രാമാനുജൻ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. നാട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അസുഖം മൂർച്ഛിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. പലതരം ചികിത്സകൾക്ക് ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഈ കാര്യങ്ങളും താനും രാമാനുജനും ഒന്നിച്ച് നേടിയെടുത്ത കാര്യങ്ങളുമൊക്കെ മറ്റുള്ള പ്രൊഫസേഴ്സിന്റെ മുന്നിൽ പറഞ്ഞ് രാമാനുജൻ നമ്മളെ വിട്ടുപോകുന്നില്ല, ഇനിയുള്ള കാലവും അവൻ ജീവിക്കും, അവന്റെ നേട്ടങ്ങളിലൂടെ, അവൻ നമുക്ക് പറഞ്ഞു തന്ന ഫോർമുലാസിലൂടെ എന്നേക്കും അവൻ ജീവിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാണ് ഹാഡി. ദെൻ കുറേ വർഷങ്ങൾക്ക് ശേഷം 1976 രാമാനുജന്റെ പുതിയ കുറേ നോട്ട്സ് ഇവർ കണ്ടെത്തുന്നുണ്ട്. രാമാനുജൻ തന്റെ അവസാന കാലങ്ങളിൽ
കാലഘട്ടങ്ങളിൽ എഴുതിയിരുന്ന പുതിയ കുറേ ഫോർമുലാസ് ആണ് അതിൽ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏതാണ്ട് 1 നൂറ്റാണ്ടുകൾക്കിപ്പുറം ബ്ലാക്ക് ഹോൾസ്, എൻട്രോപ്പി തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഫോർമുലാസ് ഉപയോഗിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് തിരികെ ചെന്ന രാമാനുജൻ ഏതാണ്ട് 1 വർഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകിയോടൊപ്പം ജീവിച്ചത്. ഇന്ത്യൻ രീതി അനുസരിച്ച് ജാനകി പിന്നീട് വിവാഹമൊന്നും ചെയ്തില്ല, ഒറ്റയ്ക്ക് ജീവിച്ചു തീർത്തു. നമ്മുടെ ഹാഡിയും ലിറ്റിൽ വുഡും രണ്ടാളും കൊളാബറേറ്റ് ചെയ്ത് മുമ്പുള്ളതിൻ്റെ കൂട്ട് അവരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. രാമാനുജനും ഹാഡിയും ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു 5 വർഷക്കാലം ഗണിത ലോകത്തിന് ഒത്തിരിയധികം കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. രാമാനുജൻ്റെ കണക്കുകൾ ന്യൂട്ടോണിയൽ ഫിസിക്സിൽ, ക്ലാസിക്കൽ ഫിസിക്സിൽ മാത്രമല്ല ക്വാണ്ടം ഫിസിക്സിലെ കാൽക്കുലേഷൻസിലും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മോക്ക് തീറ്റ ഫംഗ്ഷൻസ് ഒക്കെ സ്ട്രിംഗ് തിയറിയിലും മറ്റുമൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് യൂണിറ്റാരിറ്റി എന്താണെന്ന് അറിയത്തില്ലേ? നമ്മുടെ പ്രപഞ്ചത്തിൽ ഇൻഫോർമേഷൻസ് ഒന്നും നശിക്കുന്നില്ല, എല്ലാം ഇവിടെ ഒരു ഫോമിൽ അല്ലെങ്കിൽ മറ്റൊരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റാരും അറിയാതെ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റൊരു ഭാഷയിൽ, വേറൊരു ഭാഷയിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫോർമേഷൻ പ്രപഞ്ചത്തിലുണ്ട്. ഇതേപ്പറ്റി പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഈ യൂണിറ്റാരിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും അതിൻ്റെ സാധ്യതകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോ. നമ്മുടെ ചാനൽ ലോങ് ടേം ഫോളോ ചെയ്യുന്നവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി കഥയുമായിട്ട് വരാം. ടേക്ക് കെയർ.